താങ്ക് യു. പോസിബിൾ അതൊക്കെയാണ് നിങ്ങളിന്ന് പ്രോഗ്രാം കാണാൻ വാ. ഞാൻ കണ്ടിട്ടുണ്ട് അതൊക്കെ. ഇതൊക്കെ കണ്ടോളാം നമുക്ക് ഇപ്പം പറഞ്ഞല്ലോ നമ്മുടെ മെൻ്റലി നമ്മളതിനെ ഫോളോ ചെയ്യാണ് ചെയ്തത്. പക്ഷെ അതെങ്ങനെയാണ് അതിൻ്റെ ഒരു ഇനി ഇതിപ്പോൾ എനിക്ക് അത്ഭുത സിദ്ധി ഉണ്ടെന്നും പറഞ്ഞാലൊന്നും വരുന്നത്. ഇറ്റ്സ് എ ട്രിക്ക്. ട്രിക്ക്. ദാറ്റ്സ് ഇറ്റ്. അതാണ് ഇതിൻ്റെ ട്രിക്ക്. ദാറ്റ്സ് ട്രിക്ക്. എന്നാലും ഓക്കെ, ആ ഒരു പേര് ഓക്കെ. നമുക്ക് ചിലപ്പോൾ ഇങ്ങനെ ഒരു കാർഡ്, ഇത്ര കാർഡ് നമ്പർ ഉണ്ട്, എൻ്റെ ഓർമ്മയ്ക്കായിട്ടിരിക്കട്ടെ. നിങ്ങൾ വരച്ച ചിത്രം എൻ്റെ ഓർമ്മയ്ക്കായിട്ടിരിക്കട്ടെ. തീർച്ചയായും. നമ്മൾ ചെറുപ്പത്തിൽ ഒരുപാട് ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട്. അതായത് നമ്മൾ പഠിക്കുന്ന പുസ്തകത്തിലും വീടിൻ്റെ മതിലേലും വീടിനകത്തുമൊക്കെ ഒരുപാട് കുട്ടിത്തമുള്ള ചെറിയ ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട് അല്ലേ? അപ്പം അങ്ങനെ വരയ്ക്കുന്ന ചിത്രങ്ങളിൽ വീട്ടുകാരുടെ അടുത്തും തല്ലുപിടുത്തം ഉണ്ടാകാതെ സ്വാഭാവികമാണ്, എന്തായാലും ഉണ്ടാവും അല്ലേ? നമ്മൾ പെട്ടെന്ന് അങ്ങനെ ഒരു ചിത്രം വരയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ചിന്തിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിൽ വരുന്നത് ഒരു പൂവ് അല്ലെങ്കിൽ വീട്, ഈ രണ്ടെണ്ണമായിരിക്കും ആദ്യം വരിക. തോണി ഇങ്ങനെയുള്ള സാധനമായിരിക്കും വരിക. സപ്പോസ് എലിഫൻറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ നമ്മൾ ഈ പറഞ്ഞതൊന്നും അല്ലാതെ ഒരു റാൻഡം പിക്ചർ മനസ്സിൽ ജനറേറ്റ് ചെയ്യാൻ ഞാൻ പറയാം. ജനറേറ്റ് ചെയ്യാമോ? സിമ്പിൾ ഡ്രോയിങ് വരയ്ക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഞാനൊരു കാർഡ് തരാം. കാർഡിൽ വരയ്ക്കുമ്പോൾ ഒരിക്കലും വരയ്ക്കുന്നതിൻ്റെ പേന കൊണ്ടുള്ള ആ മൂമെൻറ്റ് എനിക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റരുത്. കാരണം അങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ട്, അതിനെ ഹൈഡ് ചെയ്യണം. ആൻഡ് സെക്കൻഡ് വൺ, ഇതിൻ്റെ മൂമെൻറ്റ് എനിക്ക് മനസ്സിലാക്കാൻ തോന്നിക്കഴിഞ്ഞാൽ പെട്ടെന്ന് അറിയാൻ പറ്റും ഇന്നതായിരിക്കും എന്നുള്ളത്. അപ്പോൾ അത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു എന്തെങ്കിലും ഒരു പിക്ക്, ഒരു ഡ്രോയിങ് എന്തുവാകാം. പക്ഷേ എന്താ വെച്ചാൽ അതൊരു മീനിങ് ഫുൾ ആയിരിക്കണം. വരയ്ക്കാമോ? ഓക്കെ. ആ പഴയ ഒരു ഓർമ്മ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഫേസ് ഡൗൺ ആയിട്ട് ഇതിൻ്റെ ടോപ്പിൽ വെച്ചു. ഇനി ഒരു തരത്തിലും ഇത് എവിടെയാണ് ഇരിക്കുന്നത് എന്താണെന്ന് അറിയാനായിട്ടുള്ള ഒരു പോസിബിലിറ്റിയും ഞാനായിട്ട് ഉണ്ടാക്കാൻ പോകുന്നില്ല. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ ഈ ചിത്രം ഒരു വെർച്വൽ ഫ്രണ്ട് നമുക്കറിയാം, അവതാർ പോലെ അല്ലേ? ഓക്കെ. അപ്പോൾ അങ്ങനെ ഒരു ഫ്രണ്ടിനെ താങ്കൾ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ് മൈൻഡിൽ. ആ ഒരു ഫ്രണ്ടിന് ഒരു പേര് താങ്കൾ കൊടുക്കാൻ പോവാണ്. ഓക്കെ, വളരെ റാൻഡംലി ഒരു പേര്. അപ്പോൾ ആ പേര് സൈലൻ്റായിട്ട് മനസ്സിൽ കൊണ്ടുവരിക. ആ പേരും ഈ പിക്ചറും നമ്മൾ അസോസിയേറ്റ് ചെയ്യാൻ പോവാണ്. ഈ വരച്ചിരിക്കുന്ന പിക്ചറും അത് നമ്മൾ അസോസിയേറ്റ് ചെയ്യാൻ പോവാണ്. അതായത് ഇപ്പം നമ്മൾ മസ്കറ്റാണുള്ളത്. മസ്കറ്റിൽ ഈ റോട്ടിൽ ആ വെർച്വൽ ഫ്രണ്ട് താങ്കൾ വരച്ചിരിക്കുന്ന ചിത്രം ഹോൾഡ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. യൂഷ്വലി അങ്ങനെ ഒരു സംഭവം ഉണ്ടാവില്ല. വളരെ അൺനാച്ചുറൽ ആയിട്ടൊരു കാര്യമാണ്. ക്രിയേറ്റ് ചെയ്യാം കംപ്ലീറ്റ്ലി മൈൻഡിൽ. ഇപ്പോൾ കൺഫ്യൂസ്ഡ് ആണ് കംപ്ലീറ്റ് അല്ലേ? ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊന്നും ഒരു നോർമൽ തോട്ടല്ല. ഈ മെൻ്റലിസത്തിൻ്റെ ക്യൂട്ട്നെസ്സും മെൻ്റലിസത്തിൻ്റെ ഡിഫിക്കൽട്ട് പാർട്ടും എന്ന് പറയുന്നത് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഹൗ ടു ഫൂൾ യു ബ്രെയിൻ എന്നുള്ളതാണ് അതിൻ്റെ ബേസിക് തിയറി. ഇപ്പോൾ ഒരു ചിത്രമുണ്ട്, ആ ചിത്രത്തിനെ വേറൊരാളുമായിട്ട് നമ്മൾ കണക്ട് ചെയ്തു, ഒരു പേരുമായിട്ട് നമ്മൾ കണക്ട് ചെയ്തു. ആ പേരിനെ കംപ്ലീറ്റ്ലി ഒരു അവതാർ പോലെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ഒരു സ്ട്രീറ്റിൽ നിർത്തുന്നതായിട്ട് കാണിക്കുന്നു. ഞാനിപ്പോൾ ഈ പേരും മനസ്സിലുള്ള പേരും ഈ പിക്ചറും ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യാനുള്ള ശ്രമമാണ്. ഓക്കെ, വളരെ ക്യൂട്ടായിട്ടൊരു പേരാണ് താങ്കൾ കൊടുത്തിരിക്കുന്നത്. വളരെ ഷോർട്ടായിട്ടൊരു പേരാണ് താങ്കൾ കൊടുത്തിരിക്കുന്നത് അല്ലേ? ഓക്കെ, പേര് സൈലൻ്റായിട്ട് റിപ്പീറ്റ് ചെയ്ത് മനസ്സിൽ. Focus on the first letter, second letter, third letter. I think it's a 4 letter or 5 letter. 4 letter. Okay. Last letter I think it's an A. Correct. Huh? എന്താണ് ആ പേര് താങ്കൾ കൊടുത്തിരിക്കുന്ന പേര്? EMMA. EMMA. അതെ, എമ. ഇമ വരച്ചിരിക്കുന്ന ഒരു പിക്ചറുണ്ട് അല്ലേ? ഇമ ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പിക്ചറുണ്ട്. ഐ ഫീൽ ഒരു ലൈൻ ഇങ്ങനെ ഫീൽ ചെയ്യുന്നു. ദെൻ സ്മോൾ ലൈൻ ലൈക്ക് ദിസ്. ഐ തിങ്ക് ഇതുപോലെ എന്തോ ഒരു ആണോ? എന്താണ്? ലിമോസോ? ഒരു ലിമോസിന് പോലത്തൊരു കാറ്. ഞാൻ വരച്ച കാറ് വൃത്തികേടാണ്. ഞാൻ വരച്ച കാറ് കുറച്ച് വൃത്തികേടാണ്. വരച്ച കാറ് എവിടെയാണ്? അതെങ്ങനെ പോസിബിളായി? ലെമോസ്. അതെ, എന്തായാലും പരിചയപ്പെട്ട സന്തോഷം. താങ്ക് യു.
എനിക്ക് ചെയ്തു തന്ന സേവനത്തിനും വലിയ സന്തോഷം. അത് നമ്മളെ കൊണ്ട് പറ്റുന്നതാണ്. നമുക്ക് കൊണ്ടുള്ള അറിവ് നമ്മൾ വേറെ കൊടുക്കുമ്പോഴാണ് അതിൽ നിന്ന് നമുക്കൊരു അറിവ് കിട്ടുക.